31st, 2017, after the close of accounts, the capitals of Mount Hill and Rock stood in the books of firm at rupees 4 lakh, 3 lakh and 2 lakh respectively. Subsequently, it was discovered that interest on capital 10% had been omitted. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. The profit for the year 1,50,000 and the partners drawings 20,000, 15,000 and 10,000. ഇവിടെ നമുക്ക് എന്താ കാണാൻ പറഞ്ഞത്, കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യണം. പക്ഷെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആദ്യം മനസ്സിലാക്കി വെക്കണം. ഒന്ന്, നമ്പർ 1, ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ആണ് ഗിവൺ അല്ലേ. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഏതിൻ്റെ മേലെയാണ് കാണുക, ഓപ്പണിംഗ് ബാലൻസിൻ്റെ മേലെയാണ് നമ്മൾ കാണുക. നമ്മൾ ഏതിൻ്റെ മേലെ കാണുക, ഓപ്പണിംഗ് ബാലൻസിൻ്റെ മേലെയാണ് എന്ത് കാണുക. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഗിവൺ ആണോ, ഇല്ല. അപ്പം നമ്മൾ ഈ സാധനം എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു പ്രൊഷ്യൂസ് ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ കാണാനുള്ളത്, എന്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണ്? ക്വസ്റ്റ്യനിൽ അത് ഗിവൺ ആണോ, അല്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക? നമുക്കൊരു കാര്യം അറിയാം, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ, ഡീഡിൽ പറഞ്ഞു കൊടുക്കുള്ളൂ. ഡീഡ് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഈക്വലി അക്കോർഡിംഗ് ടു ആക്ട്. ആക്ട് എങ്ങനെ കൊടുക്കാനാണ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഈക്വലി. ഡീഡിൽ പറഞ്ഞാൽ പറഞ്ഞത്, പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെ കൊടുക്കണം, ഈക്വലി കൊടുക്കണം. അപ്പൊ സാർ ചോദിക്കും, സാർ 4 lakh, 3 lakh, 2 lakh അല്ലെ ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ പറഞ്ഞത് നമ്മൾ ചെയ്യണം. പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഏതാ നോക്കുക, ആക്റ്റിൽ എന്താണ് പറഞ്ഞത്, ആക്റ്റിൽ എങ്ങനെ കൊടുക്കാനാ പറഞ്ഞത്, ഈക്വലി. അപ്പൊ ഇവിടെ നമ്മൾ പ്രോഫിറ്റ്സ് എങ്ങനെ കൊടുക്കും, ഈക്വലി വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് കണ്ടുപിടിക്കണം, ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കണം. എങ്ങനെ ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കാം? ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ ശരിക്കും അത് ഏത് അക്കൗണ്ട് ഉണ്ടാക്കിയാൽ മതി, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ഏത് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ആരൊക്കെയുള്ളത്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ആരൊക്കെയുള്ളത് ഇവിടെ, ഫസ്റ്റ് മൗണ്ട് ഹിൽ ആൻഡ് റോക്ക്. ഓക്കെ, ഫോർ എ ഷോർട്ട് കട്ട് MHR, മൗണ്ട് ഹിൽ ആൻഡ് റോക്ക്. മൗണ്ട് ഹിൽ ആൻഡ് റോക്ക്. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്നൊക്കെ നമ്മൾ അവിടെ എഴുതിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇവിടെ നമുക്ക് ഗിവൺ, എന്താ ഗിവൺ, ക്ലോസിംഗ് അക്കൗണ്ട് ബാലൻസ് ആണ് അല്ലെ. എന്താണ് ഗിവൺ, ക്ലോസിംഗ് അക്കൗണ്ട് ബാലൻസ്. ക്ലോസിംഗ് അക്കൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബാലൻസ് C/D ഗിവൺ ആണ്. എത്രയാ, 4 lakh. ഓക്കെ, നെക്സ്റ്റ് 3 lakh. ഓക്കെ, ആൻഡ് 2 lakh ഈസ് ഗിവൺ. 2 lakh ഈ സാധനം എന്താണ്, ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. പിന്നെ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ദാറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്തെല്ലാം കൊടുത്തിട്ടില്ല, ഒമിറ്റ് ചെയ്തു 10%. പ്രോഫിറ്റ് എത്രയാണ്, 1,50,000. അപ്പോൾ അത് ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടഡ് ആവില്ലേ, ആണ്. അത് ഏത് സൈഡിലാണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക, ഈ സൈഡിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. കാരണം അവിടെ നല്ല പേർക്ക് കിട്ടുക ആണ്. അപ്പോൾ എത്ര ഡിസ്ട്രിബ്യൂട്ട് ഉണ്ടാവുക, 1,50,000 ആണുള്ളത്. ഏത് റേഷ്യോയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഈക്വലി. കാരണം ഇവിടെ റേഷ്യോ പറയാത്തതുകൊണ്ട് നമ്മൾ ഏതാണ് എടുക്കുക, ആക്ട് ആണ് എടുക്കുക. ആക്ടിൽ ഈക്വലി ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കും, 50,000 ഈച്ച് അല്ല, മൂന്നാൾക്കും ഒരേപോലെ എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അവരുടെ ഡ്രോവിങ്സ് ഗിവൺ ആണ്. 20,000, 15,000, 10,000. അതിവിടെയാണ് വരാറുള്ളത്, ഡ്രോവിങ്സ്. ഓക്കെ, 20,000, 15,000 and 10,000. ഓക്കെ,
ആ ഇതെല്ലാം എഴുതി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഏത് കിട്ടും? ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. ബാലൻസ് ബി ബാർ ഡി ആസ് വാട്ട്? ബാലൻസിങ് ഫിഗർ. ഓക്കെ, ബാലൻസിങ് ഫിഗർ. ഓക്കെ, എത്രയായിരിക്കും ഓപ്പണിംഗ് ബാലൻസ് അപ്പം ഇനി ഉണ്ടാവുക? ഓക്കെ, എത്രയായിരിക്കും ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവുക? ഇതൊന്ന് ടോട്ടൽ ചെയ്തിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. ഇവിടെ 4,20,000 ആണ് ഹയസ്റ്റ്. എത്ര? 4,20,000 ആണ് ഇവിടെ ഹയസ്റ്റ്. അപ്പം ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു? 4,20,000 നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ 4,20,000 50,000 പോയി കഴിഞ്ഞാൽ 3,70,000 ആണ് അയാളുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇനി നെക്സ്റ്റ് എന്താണ്? ബാലൻസ് ഇവിടെ എത്ര ഉള്ളത്? 3,15,000 ആണ് ഹയസ്റ്റ്. അത് നമ്മൾ ഈ സൈഡിൽ എഴുതിയേക്കും 3,15,000. 3,15,000 50,000 പോയി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുക? 3,15,000 മൈനസ് 50,000 എത്രയായിരിക്കും? 2,65,000. And last one 2,10,000 ആണ് ഇവിടെ ഉള്ളത്. ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്തും? 2,10,000. അതിന് 50,000 പോയി കഴിഞ്ഞാൽ 1,60,000. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടി. ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് നമുക്ക് ഈസിയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഈസിയാണ്. അപ്പൊ എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മൗണ്ട് ഈസ് ഈക്വൽ ടു, ഇതിന്റെ മേലെ നമ്മൾ കണ്ടുപിടിക്കാറുള്ളത്. അപ്പൊ 3,70,000 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ്? 10%. ഓക്കെ, ക്വസ്റ്റ്യൻ എത്ര പെർസെൻറ്റേജ് ആണത്? 10%. 10/100 ഇൻറ്റു ഇത് ഫുൾ ഇയർ ഉണ്ട്, അടിയിലൊന്നുമല്ല. അപ്പൊ എത്രയാണ്? 12/12. 12 മാസം ഉണ്ട്. അപ്പൊ എന്താണ്? 12/12. ഓക്കെ, എത്ര ഉണ്ടായിരിക്കും? 37,000. ഹില്ലിന് എത്ര വരിക? ഹില്ല് ഈസ് ഈക്വൽ ടു അതിന്റെ ക്യാപിറ്റൽ 2,65,000 ഇൻറ്റു പെർസെൻറ്റേജ് എത്രയാണ്? 10/100 ഇൻറ്റു 12/12 എത്ര ഉണ്ടായിരിക്കും? 26,500. ആൻഡ് ലാസ്റ്റ് വൺ ആര്? റോക്ക്. റോക്ക് എത്രയാണ്? 1,60,000 ഇൻറ്റു 10%, 10/100 ഇൻറ്റു 12/12 ഈസ് ഈക്വൽ ടു എത്ര ഉണ്ടായിരിക്കും? 16,000. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു, റിവേഴ്സ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ